നമ്മൾ തേർഡ് ചാപ്റ്റർ പോളിഗൺസ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലെ പേജ് നമ്പർ 57-ലെ 7 ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. ഇനി അതിൽ 2 ക്വസ്റ്റ്യൻ കൂടി ബാക്കിയുണ്ട്. അത് നമുക്ക് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ABCD is a regular hexagon. Prove that triangle BDF drawn joining alternate vertices is equilateral triangle. ഒരു റെഗുലർ ഹെക്സഗൺ തന്നിട്ടുണ്ട്. റെഗുലർ ഹെക്സഗണിന്റെ ഓൾട്ടർനേറ്റ് വെർട്ടിസസ്, അതായത് ഒന്നിടവിട്ടുള്ള വെർട്ടെക്സുകൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. എഫും അടുത്ത വെർട്ടെക്സ് എ ആണ്, അതല്ല ബിയും ജോയിൻ ചെയ്തു. ബി കഴിഞ്ഞ അടുത്ത വെർട്ടെക്സ് സി ആണ്, അപ്പൊ ബിയും ഡിയും ജോയിൻ ചെയ്തു, ഡിയും എഫും ജോയിൻ ചെയ്തു. ജോയിൻ ചെയ്തപ്പോൾ നമുക്കൊരു ട്രയാങ്കിൾ കിട്ടിയിട്ടുണ്ട്. ട്രയാങ്കിൾ BDF. ആ ട്രയാങ്കിള് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണെന്ന് പ്രൂവ് ചെയ്യണം. ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണെന്ന് പ്രൂവ് ചെയ്യാൻ എന്താ പ്രൂവ് ചെയ്യേണ്ടത്? ഇതിന്റെ ഓരോ ആംഗിളും 60 ഡിഗ്രി ആണ് പ്രൂവ് ചെയ്യണം. ഓരോ ആംഗിളും 60 ഡിഗ്രി ആണ് പ്രൂവ് ചെയ്യണം. നമുക്ക് തന്നിട്ടുള്ളത് ABCDEF ഈസ് റെഗുലർ ഹെക്സഗൺ ആണ്. റെഗുലർ ഹെക്സഗൺ ആണെന്ന് പറഞ്ഞാൽ അതിന്റെ ഓരോ ഇന്റീരിയർ ആംഗിളും എത്രയായിരിക്കും? 120 ഡിഗ്രി ആയിരിക്കും. അപ്പൊ ഈ ആംഗിൾ 120 ഡിഗ്രിയാണ്, ഈ ആംഗിൾ 120 ഡിഗ്രി, ഈ ആംഗിൾ 120 ഡിഗ്രി, ഇതെല്ലാം 120 ഡിഗ്രിയാണ്. എയും ബിയും സിയും ഡിയും ഇവിടെ വേറെ ആംഗിൾസ് ഉള്ളതുകൊണ്ട് ഞാൻ എഴുതിയത് മാത്രം. എല്ലാം 120 ഡിഗ്രിയാണ്. അപ്പൊ നമുക്ക് ഇവിടെ 60, ഇവിടെ 60, ഇത് 60, ഇത് 60 ആണ് പ്രൂവ് ചെയ്യണം. അതിന് നോക്കുക. ആദ്യം ട്രയാങ്കിൾ FAB എന്ന് പറഞ്ഞ ഒരു ട്രയാങ്കിൾ നോക്കുക. ആ ട്രയാങ്കിളിന്റെ FA എന്ന് പറയുന്ന സൈഡും AB എന്ന് പറയുന്ന സൈഡും റെഗുലർ ഹെക്സഗണിന്റെ സൈഡാണ്. റെഗുലർ ഹെക്സഗണിന്റെ മീനിങ് എന്താ? സൈഡ്സ് ഒക്കെ ഈക്വൽ. അതിന്റെ അർത്ഥം സൈഡ് AFും സൈഡ് ABയും ഈക്വൽ ആണ്. ഈ 2 സൈഡ്സും ഈക്വൽ ആണ്. അപ്പൊ എന്തായിരിക്കും ഈ 2 ആംഗിളും? ഈക്വൽ സൈഡ്സിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾസ് ഈക്വൽ ആണ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഈ 2 ഈക്വൽ സൈഡിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഈ ആംഗിൾസും ഈക്വൽ ആണ്. ഈ ട്രയാങ്കിളിന്റെ സം എത്രയാ? 180 ഡിഗ്രി. 180 ഡിഗ്രി ഇവിടെ ഒരു ആംഗിൾ അറിയാം, 120 ഡിഗ്രി മൈനസ് ചെയ്ത 60 എന്ന് പറയുന്നത് ഈ 2 ആംഗിൾസിന്റെയും സമ്മാണ്. 180 120 ഡിഗ്രി മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 60 കിട്ടും. ആ 60 എന്ന് പറയുന്നത് ഈ 2 ആംഗിൾസിന്റെയും സമ്മാണ്. ഈ 2 ആംഗിൾസും ഈക്വൽ ആണ്. അപ്പൊ ഓരോ ആംഗിൾ എത്രയായിരിക്കും? 60 ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു 30 ഡിഗ്രി ആയിരിക്കും. ഓരോ ആംഗിളും 30 ഡിഗ്രി. അപ്പൊ ഇത് 30 ഡിഗ്രിയാണ്, ഇത് 30 ഡിഗ്രിയാണ്. ഈ സെയിം മെത്തേഡ് BCD എന്ന് പറയുന്നതും ഒരു ഐസോസെൽസ് ട്രയാങ്കിൾ ആണ്. ഐസോസെൽസ് ട്രയാങ്കിൾ എന്ന് പറയുന്നത് ഈ BCയും CDയും റെഗുലർ ഹെക്സഗണിന്റെ സൈഡ്സ് ആണ്. അപ്പൊ ഈ 2 സൈഡും ഈക്വൽ ആണ്. അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾസ് ഈക്വൽ ആണ്. അപ്പൊ വീണ്ടും ഇതുപോലെ തന്നെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇത് 30 കിട്ടി, ഇതും 30 കിട്ടി. സെയിം DEF ഈസ് ആൻ ഐസോസെൽസ് ട്രയാങ്കിൾ. അപ്പൊ ഈ ആംഗിളും 30 ഡിഗ്രി കിട്ടി. അപ്പൊ ഈ ട്രയാങ്കിളിന്റെ ഈ ആംഗിൾ നോക്കുക. ഈ ആംഗിൾ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഈ ആംഗിൾ കണ്ടുപിടിക്കണമെങ്കിൽ ഈ ടോട്ടൽ ആംഗിൾ എന്ന് പറയുന്നത് അത് റെഗുലർ ഹെക്സഗണിന്റെ ആംഗിൾ ആണ്. ഹെക്സഗണിന്റെ ആംഗിൾ എന്ന് പറയുന്നത് എത്രയാ? 120 ഡിഗ്രിയാണ്. അപ്പൊ ഇവിടെ ഈ എഫില് 3 ആംഗിൾസ് ഉണ്ട്. 1 2 3. ഈ 3 ആംഗിൾസില് 2 നമുക്കറിയാം 30 ആണ്. പിന്നെ കണ്ടുപിടിക്കാനുള്ളത് ആംഗിൾ DFB ആണ് കണ്ടുപിടിക്കേണ്ടത്. DFB എന്ന് പറയുന്നത് ആംഗിൾ EFA ന് ഈ 2 ആംഗിൾസും ആഡ് ചെയ്തത് മൈനസ് ചെയ്യണം. ഈ 2 ആംഗിളിന്റെയും സം എന്ന് പറയുന്നത് എത്രയാ? 30 + 30 60 ഡിഗ്രി മൈനസ് ചെയ്യണം. ആംഗിൾ EFA എന്ന് പറയുന്നത് ഏത് ആംഗിളാ? അത് റെഗുലർ ഹെക്സഗണിന്റെ ആംഗിൾ ആണ്. റെഗുലർ ഹെക്സഗണിന്റെ ആംഗിൾ എത്രയാ? 120 ഡിഗ്രിയാണ്. അപ്പൊ 120 ഡിഗ്രി മൈനസ് 60 ഈക്വൽ ടു 60 ഡിഗ്രി. അപ്പോ ആംഗിൾ DFB എന്ന് പറയുന്നത് 60 ഡിഗ്രി. ഈ ആംഗിൾ എന്ന് പറയുന്നത് 120 മൈനസ് ഈ 2 ആംഗിളിന്റെ സം. അപ്പൊ അതും എന്ത് കിട്ടി? ഇതുപോലെ തന്നെ 60 കിട്ടി. ഈ ആംഗിൾ എന്ന് പറയുന്നത് 120 മൈനസ് ഈ 2 ആംഗിളിന്റെ സം. അപ്പൊ അതും 60 കിട്ടി. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഈ ട്രയാങ്കിളിന്റെ ഉള്ളിലെ 3 ആംഗിൾസും 60 ഡിഗ്രിയാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ട്രയാങ്കിൾ BDF ഈസ് ആൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. Next question. ABCDEF is a regular hexagon. Prove that ACDF is rectangle. നമുക്ക് തന്നിട്ടുള്ളത് ഒരു റെഗുലർ ഹെക്സഗൺ തന്നിട്ടുണ്ട്. അതിലെ എയും സിയും അങ്ങനെ ജോയിൻ ചെയ്തപ്പോൾ നമുക്കൊരു റെക്റ്റാങ്കിൾ കിട്ടുന്നത് പ്രൂവ് ചെയ്യണം. റെക്റ്റാങ്കിൾ എന്ന് പ്രൂവ് ചെയ്യാൻ എന്ത് വേണം? റെക്റ്റാങ്കിളിന്റെ 4 വെർട്ടിസസിലുള്ള ആംഗിൾ 90 ഡിഗ്രി എന്ന് പ്രൂവ് ചെയ്യണം. ഇത് 90 ഡിഗ്രി, ഇത് 90 ഡിഗ്രി, ഇത് 90 ഡിഗ്രി, ഇത് 90 ഡിഗ്രി ആണ് പ്രൂവ് ചെയ്യണം.
തന്നിട്ടുണ്ട് റെഗുലർ ഹെക്സഗൺ ആണ്. റെഗുലർ ഹെക്സഗണിന്റെ മീനിങ് എന്താ? ഓരോ ആംഗിൾ എത്രയായിരിക്കും? 120 ആയിരിക്കും. എല്ലാ സൈഡും ഈക്വൽ ആയിരിക്കും. മുന്നത്തെ പ്രോബ്ലം ചെയ്ത പോലെ തന്നെ നമുക്ക് എന്തറിയാം? ആംഗിൾ ബി ഈക്വൽ ടു 120 ഡിഗ്രി, ആംഗിൾ എഫും 120 ഡിഗ്രി. ഈ ആംഗിളും 120 ഡിഗ്രി, ഇതും 120 ഡിഗ്രി. ഇത് ഇവിടെ എഴുതുന്നില്ല എന്ന കാരണം അവിടെ ആംഗിൾ രണ്ടെന്നുള്ളതുകൊണ്ട്. അപ്പൊ ഇത് 120 ഡിഗ്രിയാണ്. റെഗുലർ ഹെക്സഗൺ ആയതുകൊണ്ട് എ ബിയും ബി സിയും അത് റെഗുലർ ഹെക്സഗണിന്റെ സൈഡ്സ് ആണ്. അത് രണ്ടും ഈക്വൽ ആണ്. അപ്പൊ നേരത്തെ പ്രോബ്ലം ചെയ്ത പോലെ ഇത് രണ്ടും ഈക്വൽ ആണ്. അപ്പൊ അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾസും ഈക്വൽ ആണ്. ആംഗിൾസ് എത്രയായിരിക്കും? സം ഓഫ് ആംഗിൾസ് ഓഫ് ട്രയാംഗിൾ ഇസ് 180. അപ്പൊ 180 മൈനസ് 120 ഈക്വൽ ടു 60. 60 എന്ന് പറയുന്നത് ഈ രണ്ട് ആംഗിൾസിന്റെ സം. ഈ രണ്ട് ആംഗിൾസും ഈക്വൽ ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? 60നെ by 2 ചെയ്തു 30 ആണ്. അപ്പൊ ഈ രണ്ട് ആംഗിളും 30 ഡിഗ്രിയാണ്. അതുപോലെ തന്നെ ഈ രണ്ട് ആംഗിളും 30 ഡിഗ്രിയാണ്. സെയിം മെത്തേഡ് 30 ഡിഗ്രിയാണ്. ഇനി ടോട്ടൽ ഈ ആംഗിൾ എത്രയാണ്? ഈ ടോട്ടൽ ആംഗിൾ എത്രയാണ്? ഇത് ആംഗിൾ എഫ് എ ബി എന്ന് പറയുന്നത് റെഗുലർ ഹെക്സഗണിന്റെ ആംഗിൾ ആണ്. അത് 120 ആണ്. അപ്പൊ ഇത് ടോട്ടൽ 120 ആണ്. അപ്പൊ ഈ ചെറിയ ഈ ആംഗിൾ അറിയാൻ എന്ത് ചെയ്താൽ മതി? 120 മൈനസ് ഇത്രയും 30 ആണ്. 120 മൈനസ് 30 ഈക്വൽ ടു 90 ഡിഗ്രി. അതുപോലെ തന്നെ ഇവിടെ ഇത് 120 ആണ്. റെഗുലർ ഹെക്സഗണിന്റെ ആംഗിൾ ആണ്. 120 മൈനസ് 30 ഇതെന്ത് കിട്ടും? 90 ഡിഗ്രി. ഈ സെയിം മെത്തേഡില് ഇതും 90 ഡിഗ്രി, ഇതും 90 ഡിഗ്രി. അത് അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഇവിടെയുള്ള എ സി ഡി എഫ് അതിന്റെ എല്ലാ ആംഗിൾസും 90 ഡിഗ്രിയാണ്. ദാറ്റ് മീൻസ് വി ക്യാൻ സേ ദാറ്റ് എ സി ഡി എഫ് ഈസ് എ റെക്ടാങ്കിൾ. ടെക്സ്റ്റ് ബുക്കിലെ പ്രോബ്ലംസ് കഴിഞ്ഞു. ഇനി വേറെ കുറച്ച് പ്രോബ്ലം നമുക്ക് ചെയ്ത് നോക്കാം. ടെക്സ്റ്റിലെ പ്രോബ്ലം മാത്രം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻസ് കിട്ടണമെന്നില്ല. വേറെയും കുറേ പ്രോബ്ലംസ് ചെയ്ത് നോക്കിയാലാണ് നിങ്ങൾക്ക് എക്സാമിന് വരുമ്പോൾ പല ടൈപ്പുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാത്ത കുറേ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. നമ്മൾ ഈ ലെസണിൽ പഠിച്ച കാര്യങ്ങളൊക്കെ ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. എന്തൊക്കെയാണ് പഠിച്ചത്? സം ഓഫ് ആംഗിൾസ് ഈക്വൽ ടു n - 2 × 180 ഡിഗ്രി. സം ഓഫ് ഇന്റീരിയർ ആംഗിൾസ് ആൻഡ് എക്സ്റ്റീരിയർ ആംഗിൾ ഈക്വൽ ടു 180 ഡിഗ്രി. ഔട്ടർ ആംഗിൾസിന്റെ സമ്മ് 360 ഡിഗ്രി. റെഗുലർ പോളിഗൺ എന്ന് പറഞ്ഞാൽ എന്താ? പോളിഗൺ വിത്ത് ഈക്വൽ ആംഗിൾസ് ആൻഡ് ഈക്വൽ സൈഡ്സ്. ഇതാണ് ഈ ലെസണിൽ പഠിച്ച കാര്യങ്ങൾ. ഇത് ഉപയോഗിച്ചാണ് നമ്മൾ ഇനി പ്രോബ്ലം ചെയ്യാൻ പോകുന്നത്. First question, the sum of interior angles of a regular polygon be 1800. How many sides does it have? The sum of interior angles തന്നിട്ടുണ്ട് 1800. Number of sides കണ്ടുപിടിക്കാൻ എന്ത് വേണം? n - 2 × 180 ആണ് sum of interior angles കാണാനുള്ള ഫോർമുല. n - 2 × 180 ഈക്വൽ ടു 1800 എന്ന് എഴുതാം. സം ഓഫ് ഇന്റീരിയർ ആംഗിൾസ് കാണാനുള്ള ഫോർമുല n - 2 × 180 ഡിഗ്രി. തന്നിട്ടുള്ളത് സം ഓഫ് ഇന്റീരിയർ ആംഗിൾസ് 1800 ആണ് തന്നിട്ടുണ്ട്. അപ്പൊ n - 2 × 180 ഈക്വൽ ടു 1800. n - 2 ഈക്വൽ ടു 1800. ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുന്നത് റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ ഡിവിഷൻ ചെയ്യും. 0 0 ക്യാൻസൽ ചെയ്തു. ആൻസർ 10 കിട്ടി. അപ്പൊ n - 2 ഈക്വൽ ടു 10. അപ്പൊ n ഈക്വൽ ടു 2 റൈറ്റ് സൈഡിൽ കൊണ്ടുപോകുമ്പോൾ 10 + 2 equal to 12. Now number of sides 12. The question: exterior angle of a regular polygon is 18 degree. Find the number of sides. ഒരു റെഗുലർ പോളിഗണിന്റെ എക്സ്റ്റീരിയർ ആംഗിൾ തന്നിട്ട് സൈഡ്സിന്റെ എണ്ണം കണ്ടുപിടിക്കണം. എക്സ്റ്റീരിയർ ആംഗിൾ തന്ന എക്സ്റ്റീരിയർ ആംഗിളിന്റെ സമ്മ നമുക്കറിയാം. എത്ര സമ്മ? 360 ഡിഗ്രി. 360 ഡിഗ്രിന് ഒരു എക്സ്റ്റീരിയർ ആംഗിളിന്റെ വാല്യൂ 118 ഡിഗ്രി. അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമ്പർ ഓഫ് സൈഡ്സ്. നമ്മൾ ചെയ്യേണ്ടത് എക്സ്റ്റീരിയർ ആംഗിളിന്റെ സമ്മ 360 ഡിവൈഡഡ് ബൈ എക്സ്റ്റീരിയർ ഒരു എക്സ്റ്റീരിയർ ആംഗിളിന്റെ മെഷർ 18 ഡിഗ്രി. ദാറ്റ് ഈസ് ഈക്വൽ ടു ഡിവൈഡ് ചെയ്യുമ്പോൾ ആൻസർ 20. അപ്പൊ നമ്പർ ഓഫ് സൈഡ്സ് 20. അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ ദ ഫിഗർ ABCDE ഈസ് എ പെന്റഗൺ. ഇവിടെ തന്നിരിക്കുന്ന ഫിഗർ ഒരു പെന്റഗൺ ആണ്. അതിന്റെ ആംഗിൾ ഡി തന്നിട്ട് 120 ഡിഗ്രി, ആംഗിൾ സി 100 ഡിഗ്രി തന്നിട്ട്, ആംഗിൾ ബി 80 ഡിഗ്രി തന്നിട്ട്. ആംഗിൾ ഇയുടെ അവിടെ ആംഗിൾ തന്നിട്ടില്ലേ, പകരം സിമ്പിൾ തന്നിട്ട്. അത് എന്തിന്റെ സിമ്പിളാണ്? റൈറ്റ് ആംഗിൾ. ദാറ്റ് മീൻസ് ആംഗിൾ ഈസ് 90 ഡിഗ്രി ആണെന്ന് മനസ്സിലാക്കി. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആംഗിൾ BAE കാണാൻ എന്ത് വേണം? ഈ എല്ലാ ആംഗിൾസിന്റെയും സമ്മീന്ന് ഈ 4 ആംഗിൾസിന്റെയും സമ്മ് മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ആംഗിൾ BAE. അപ്പൊ ഇത് പെന്റഗൺ ആണ്. പെന്റഗണിന്റെ സം ഓഫ് ആംഗിൾസ് എത്രയാണ്? സം ഓഫ് ആംഗിൾസ്
സം ഓഫ് ആംഗിൾസ് ഓഫ് എ പെന്റഗൺ n minus 2 into 180 le n equal to 5 substitute ചെയ്തു 5 minus 2 into 180 degree that is equal to 3 into 180 degree equal to 540 degree. അപ്പോൾ പെന്റഗണിന്റെ സം ഓഫ് ദ ആംഗിൾസും പെന്റഗണിന്റെ ഓരോ ആംഗിളിന്റെയും മെഷർ കാണാതെ പഠിച്ചു വെക്കുക. അപ്പൊ പ്രോബ്ലം ചെയ്യുമ്പോൾ ഈ സ്റ്റെപ്പ് ഒന്നും കാൽക്കുലേറ്റ് ചെയ്യേണ്ട. 540 ഈ 4 ആംഗിൾ മൈനസ് ചെയ്തത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും, സമയം അധികം എടുക്കില്ല. അപ്പൊ സം ഇസ് ഈക്വൽ ടു സം ഓഫ് പെന്റഗൺ ഈക്വൽ ടു 540. ഇനി മൈനസ് ചെയ്യുമ്പോൾ ആംഗിൾ ബി എ ഇ കാണാനായിട്ട് 540 മൈനസ് എല്ലാ ആംഗിൾസും മൈനസ് ചെയ്യുമ്പോൾ 80 പ്ലസ് 100 പ്ലസ് 120 ഡിഗ്രി പ്ലസ് 90 ഡിഗ്രി that is equal to 540 minus 390 equal to 150 is the answer. Angle BAE equal to 150. Next question നോക്കുക. ഇവിടെ ഒരു ഫിഗർ തന്നിട്ടുണ്ട്. ആ ഫിഗറിലെ എക്സ്റ്റീരിയർ ആംഗിൾസ് ആണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ സിമ്പിൾ എന്തെങ്കിലും സിമ്പിൾ റൈറ്റ് ആംഗിൾ. ദാറ്റ് മീൻസ് ദിസ് ആംഗിൾ ഈസ് 90 ഡിഗ്രിയാണ്. ഇവിടെയും എന്താണ് 90 ഡിഗ്രിയാണ്. ഈ എക്സ്റ്റീരിയർ ആംഗിൾ തന്നിട്ടുണ്ട് 120 ഡിഗ്രി. ഇനി അടുത്ത എക്സ്റ്റീരിയർ ആംഗിൾ ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എക്സ്റ്റീരിയർ ആംഗിൾ കാൽക്കുലേറ്റ് ചെയ്യാൻ എന്ത് വേണം? അത് സം ഓഫ് ദ എക്സ്റ്റീരിയർ ആംഗിൾസ് എത്രയാണ് നോക്കി. സം ഓഫ് ദ എക്സ്റ്റീരിയർ ആംഗിൾസ് എത്രയാണ്? 360 ആണ്. എല്ലാ പോളിഗണിന്റെയും സം ഓഫ് എക്സ്റ്റീരിയർ ആംഗിൾസ് 360 ആണ്. അപ്പൊ 360 ഈ 3 ആംഗിൾസ് മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഈ ആംഗിൾ കിട്ടും. 360 മൈനസ് സം ഓഫ് ദീസ് 3 ആംഗിൾസ് 120 പ്ലസ് 90 പ്ലസ് 90 that is equal to 360 minus add ചെയ്യുമ്പോൾ 300 equal to 60 degree. അപ്പോൾ ഈ ആംഗിൾ 60 ഡിഗ്രി ആണ്. നെക്സ്റ്റ് ഫിഗർ നോക്കുക. നെക്സ്റ്റ് ഫിഗർ പെന്റഗൺസ് ആണ് ജോയിൻ ചെയ്ത് തന്നിട്ടുള്ളത്. 1 2 3 പെന്റഗൺസ് തന്നിട്ടുണ്ട്. ഈ 3 പെന്റഗൺസ് വെച്ച് അതിനിടയിൽ വേറൊരു ആംഗിൾ ഉണ്ട്. ആ ആംഗിൾ എത്രയെന്നാണ് ക്വസ്റ്റ്യൻ. പെന്റഗണിന്റെ ഓരോ ആംഗിളും എത്രയായിരിക്കും? അത് ഞാൻ പഠിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 108 ഡിഗ്രി. പെന്റഗണിന്റെ ഓരോ ആംഗിളും 108 ഡിഗ്രി. ഇത് 108 ഡിഗ്രി, ഇതും 108 ഡിഗ്രി, ഇതും 108 ഡിഗ്രി. ഇനി ഈ പോയിന്റിലെ എല്ലാ ആംഗിൾസിന്റെയും സം എത്രയാ? ദാറ്റ് മീൻസ് സം ഓഫ് ദ ആംഗിൾസ് അറൌണ്ട് എ പോയിന്റ് എത്രയാ? 360 ആണ്. അപ്പൊ 360 ഈ 3 ആംഗിൾസിന്റെ സം മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഇവിടെയുള്ള ചെറിയ ആംഗിളിന്റെ മെഷർ കിട്ടും. അപ്പൊ മൈനസ് ചെയ്യാൻ 360 സം ഓഫ് ആംഗിൾസ് അറൌണ്ട് എ പോയിന്റ് 360 മൈനസ് 108. എല്ലാ പോയിന്റിലും 108 ഉണ്ട്. 108 പ്ലസ് 108 പ്ലസ് 108 that is equal to 360 minus 324. Add ചെയ്യുമ്പോൾ 324 that is equal to 36 degree. അപ്പോൾ ഈ ചെറിയ ആംഗിൾ എന്ന് പറയുന്നത് 36 ഡിഗ്രി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ മെഷർ ഓഫ് എക്സ്റ്റീരിയർ ആംഗിൾ ഓഫ് എ റെഗുലർ പോളിഗൺ ഓഫ് 15 സൈഡ്. 15 സൈഡുള്ള ഒരു റെഗുലർ പോളിഗണിന്റെ എക്സ്റ്റീരിയർ ആംഗിൾ എത്രയാണെന്നാണ് ചോദിക്കുന്നത്. എക്സ്റ്റീരിയർ ആംഗിളിന്റെ സമ്മർ എത്രയാ? എക്സ്റ്റീരിയർ ആംഗിളിന്റെ സമ്മർ 360 ഡിഗ്രി. നമ്പർ ഓഫ് സൈഡ്സ് 50. അപ്പൊ എക്സ്റ്റീരിയർ ആംഗിളിന്റെ സം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് സൈഡ്സ് 360 ഡിവൈഡഡ് ബൈ 15. ആൻസർ 24. അപ്പൊ 24 ഡിഗ്രിയാണ് ഒരു എക്സ്റ്റീരിയർ ആംഗിളിന്റെ മെഷർ. അടുത്ത ക്വസ്റ്റ്യൻ. Is it possible to have a regular polygon of whose exterior angle is 50 degree? ഒരു റെഗുലർ പോളിഗണിന്റെ എക്സ്റ്റീരിയർ ആംഗിൾ 50 ഡിഗ്രി ആവുമെന്നാണ് ക്വസ്റ്റ്യൻ. അതായത് എക്സ്റ്റീരിയർ ആംഗിൾ 50 ഡിഗ്രി ആയ ഒരു പോളിഗൺ വരയ്ക്കാൻ പറ്റുമോ? അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ടെക്സ്റ്റ് ബുക്കിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ആ സെയിം ഇത് തന്നെ ചോദിച്ചിരിക്കുന്നത്, ഇങ്ങനെ ഒരു റെഗുലർ പോളിഗൺ ഉണ്ടാവുമോ? അപ്പൊ എന്ത് വേണം നമുക്ക്? എക്സ്റ്റീരിയർ ആംഗിളിന്റെ സമ്മിനെ എക്സ്റ്റീരിയർ ആംഗിൾ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്പർ ഓഫ് സൈഡ്സ് നമുക്ക് കിട്ടും. അപ്പൊ നമുക്ക് ഡിവൈഡ് ചെയ്ത് നോക്കാം. 360 എക്സ്റ്റീരിയർ ആംഗിളിന്റെ സമ്മ് 360 ഡിവൈഡഡ് ബൈ ഒരു എക്സ്റ്റീരിയർ ആംഗിളിന്റെ മെഷർ 50 ഡിഗ്രി. ഡിവൈഡ് ചെയ്ത് നോക്കുമ്പോൾ ആൻസർ 0 ക്യാൻസൽ ചെയ്തു 7.2 എന്ന് കിട്ടും. അപ്പൊ എക്സ്റ്റീരിയർ ആംഗിളിന്റെ സമ്മിനെ എക്സ്റ്റീരിയർ ആംഗിൾ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് നമ്പർ ഓഫ് സൈഡ്സ് ആണ്.
അപ്പൊ നമ്പർ ഓഫ് സൈഡ്സ് ഈക്വൽ ടു 7.2 എന്ന് കിട്ടി. അതായത് 7.2 ഒരു ഇന്റിജർ അല്ല, ഡെസിമൽ നമ്പർ ആണ്. അങ്ങനെ ഒരു ഡെസിമൽ നമ്പർ വന്നാൽ നമുക്ക് അങ്ങനെ ഒരു സൈഡ് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇങ്ങനെ ഒരു റെഗുലർ പോളിഗൺ വരയ്ക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു റെഗുലർ പോളിഗൺ ഉണ്ടാവില്ല. എക്സ്റ്റീരിയർ ആംഗിൾ 50 ഡിഗ്രിയിൽ ഒരു നോട്ട് പോസിബിൾ. Next question, find the measure of each exterior angle of a regular polygon having 8 sides. Second question, 10 sides. 8 sides ഉള്ള ഒരു റെഗുലർ പോളിഗന്റെ എക്സ്റ്റീരിയർ ആംഗിൾ എന്താ നോക്കി. അപ്പൊ നമ്പർ ഓഫ് സൈഡ്സ് തന്നിട്ട് എക്സ്റ്റീരിയർ ആംഗിൾ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എക്സ്റ്റീരിയർ ആംഗിളിന്റെ സം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് സൈഡ്സ്. അതായത് 360 ഡിവൈഡഡ് ബൈ 8. 360 സം ഓഫ് ആംഗിൾസ് ഓഫ് എക്സ്റ്റീരിയർ ആംഗിൾ, നമ്പർ ഓഫ് സൈഡ്സ് 8 ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഒരു എക്സ്റ്റീരിയർ ആംഗിളിന്റെ മെഷർ കിട്ടും. 360 ഡിവൈഡഡ് ബൈ 8, ആൻസർ 45. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 10 സൈഡുള്ള ഒരു റെഗുലർ പോളിഗന്റെ എക്സ്റ്റീരിയർ ആംഗിൾ ആണ്. അവിടെ എക്സ്റ്റീരിയർ ആംഗിൾ എന്ത് വേണം, 360 ഡിവൈഡഡ് ബൈ 10 ഈക്വൽ ടു 36. എക്സ്റ്റീരിയർ ആംഗിളിന്റെ മെഷർ 36. നമ്പർ ഓഫ് സൈഡ്സ് തന്ന എക്സ്റ്റീരിയർ ആംഗിൾ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് വേണം, 360 ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് സൈഡ്സ്. എക്സ്റ്റീരിയർ ആംഗിൾ തന്നിട്ട് നമ്പർ ഓഫ് സൈഡ്സ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ 360 ഡിവൈഡഡ് ബൈ എക്സ്റ്റീരിയർ ആംഗിൾ.